ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം വേറെ ഒന്നുമില്ല. ഒരുത്തൻ വിളിച്ചുകൊണ്ട് വണ്ടിയിൽ എണ്ണ കൊണ്ടുവരാൻ പോകണം, ഒന്ന് വരുമോ എന്ന് വെച്ചാണ് വിളിച്ചത്. നിങ്ങൾക്ക് ഇതേപോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. എപ്പോൾ നോക്കിയാലും വണ്ടിയിൽ എണ്ണ കഴിഞ്ഞാണ്ട് ആരെങ്കിലും വിളിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആ മുതൽ. നിങ്ങളെ കൂട്ടത്തിലുള്ള ആ മുതലിനെ ഇവിടെ കമൻറ്റ് ബോക്സിൽ ഇതാക്കി. വണ്ടി സ്റ്റാർട്ടാവാൻ മറ്റാൾ കുറേ നേരമല്ലേ വണ്ടിമ്മ കിടന്നാണ്ട് കിക്കർ അടിച്ച് കളിച്ചിന്. അപ്പോൾ എനിക്ക് ആ എണ്ണ ടാങ്കൊന്നും തുറന്ന് എണ്ണ ഉണ്ടാകാൻ നോക്കിക്കൂടെ. മറ്റാളെ വിളിച്ചുകാണ്ടേ എണ്ണ വിളിച്ചുകാണ്ട് വണ്ടി സ്റ്റാർട്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ എണ്ണ ചെയ്യാന്നില്ല. എന്നിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ വണ്ടിയിൽ എണ്ണ ഉണ്ട്, പക്ഷേ സ്റ്റാർട്ടാവുള്ള എണ്ണയില്ല. അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പ് പോകാനുള്ള പരിപാടിയില്ല. പെട്രോൾ അടിക്കാൻ പിന്നെ പമ്പക്കെല്ലാം റേഷൻ കടയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ അല്ലേ. പക്ഷെ പമ്പ് പോയി വന്നാൽ നമ്മളെ പരിപാടി തീർന്നില്ല. പമ്പ് പോയി വന്നിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാണ്ടേ. അങ്ങനെ നമ്മൾ പമ്പ് പോയി എണ്ണയൊക്കെ കൊടുന്ന് അങ്ങനെ ആ മഹത്തായ കർമ്മം നമ്മൾ നിർവഹിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ ഒഴിക്കാൻ പോകുന്നു, ഇതാ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ വിജയകരമായി കർത്തവ്യം പൂർത്തിയാക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ എണ്ണ ഒഴിച്ചിലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ജസ്റ്റ് ഇനിയിപ്പോൾ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. കിക്കർ അടിച്ച് ഒറ്റ അടിക്ക് തന്നെ കിക്കർ അടിച്ചപ്പോൾ ഒറ്റ അടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടായി. സംഭവം വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്രോളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടി പിടിച്ച്. അങ്ങനെ ഇനി നമ്മൾ പോകണം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാൻ കാർഡ് കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വന്ന ടൈമിൽ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ അവിടെ പോയി മേടിക്കണം. അതുകൊണ്ട് അത് മേടിക്കാൻ വേണ്ടി കോഴിച്ചാലുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി അത് മേടിച്ച് വരിക. അതാണ് ഇനി നമ്മളെ പരിപാടി. അങ്ങനെ നോക്കുമ്പോൾ വണ്ടിയിൽ എണ്ണ ഇല്ല. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ എണ്ണ അടിക്കണമല്ലോ, എണ്ണ അടിക്കാതെ വണ്ടി ചെയ്യുമല്ലോ. അങ്ങനെ പിന്നെ നമ്മളൊപ്പം വന്നാൽ കുറച്ച് പൈച്ചിന ആളാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കൂൾ ബാറിലൊക്കെ കയറി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോസ്റ്റ് ഓഫീസ് കണ്ടുകൊടുക്കാൻ കുറച്ച് പണിയുണ്ട്. ഈ ഭാഗത്തുള്ള പോസ്റ്റ് ഓഫീസ് കണ്ടുപിടിച്ച് അങ്ങനെ പോസ്റ്റ് ഓഫീസിലൊക്കെ കയറി പോസ്റ്റ് ഓഫീസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ പെരിക്ക് തെറിച്ചു. അങ്ങനെ നമ്മൾ പെരിക്ക് എത്തിയിട്ട് അപ്പോഴൊക്കെ നമ്മൾ തിരഞ്ഞ അടുത്തുള്ളത് എന്താ ചെയ്യുക, നമ്മൾ കുറച്ച് ഫേമസ് ആയി പോയി. എന്താ ചെയ്യുക, എക്കത്തിന് ചെക്കന്മാർക്ക് പുറത്ത് നമ്മൾ വേണമെന്ന് എന്താ ഇങ്ങനെ നിർബന്ധം വാശി പിടിച്ചാൽ. ഇവനെ നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇവനെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഇൻവേർട്ടർ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഇൻവേർട്ടറാണ് ഇവൻ. പക്ഷെ നമുക്ക് ചില സമയത്ത് മോട്ടറായിട്ട് ഉപയോഗിക്കാം. വണ്ടിപ്പാൻ പോയത് എന്തിനാ അറിയോ, അങ്ങാടിക്കാണ് പോയത്. എന്തിനാ പോയത് വെച്ചാൽ ചെക്കിന് കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതൊന്ന് കോപ്പി എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ വണ്ടിപ്പാൻ ചെന്നിട്ട് ഓഫീസ് ഒന്നും തുറന്നിട്ട് ഒക്കെ അടിച്ചിട്ട് കണ്ട് വേറെ എടുക്കാൻ മാറ്റിയിരിക്കണല്ല. എന്നിട്ടിപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ആർക്കെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി മനസ്സിലാക്കുന്നത് അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളെ മുന്നിൽ പോകണം ഇൻവേർട്ടർ ചങ്ക്. പക്ഷെ നമ്മൾ പോയ കാര്യം അറിയില്ല. അങ്ങനെ നമ്മൾ പള്ളിയിലെ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വിട്ട് അങ്ങനെ അതാണ് കഴിഞ്ഞ്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.